ആക്ച്വലി ഡിഗ്രി ഞാൻ ചെയ്തത് BSc optometryയിലായിരുന്നു. എൻ്റെ ഡിജിറ്റൽ കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനൊരു കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് CDAയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. എൻ്റെ ആ അന്വേഷണം എത്തിയത് CDAയിലാണ്. കാരണം CDA എന്നെ എന്താ അട്രാക്ട് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഏജൻസി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ് നടക്കുന്നത്. ഹായ്, ഐ എം Archana. ഞാൻ വാരിസ്. ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് 2022 CDA Academy പഠിച്ച സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് GuidancePlus Education Service കൊച്ചിയിൽ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്. ആക്ച്വലി ഡിഗ്രി ഞാൻ ചെയ്തത് BSc optometryയിലായിരുന്നു. എനിക്ക് വേറെ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യണം വല്ലാണ്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബാങ്കിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് അറിയുന്നതും അതിനെപ്പറ്റി അന്വേഷിക്കുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു 100K+ ഫോളോവേഴ്സിനൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. സോഷ്യൽ മീഡിയ അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനൊരു കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് CDAയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ. CDAയിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് SEOയിലായിരുന്നു. അവിടുത്തെ ലൈവ് പ്രൊജക്ട്സും പിന്നെ എൻ്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഞാൻ റാങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ അംബാസിഡേഴ്സിനോടോ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനോടോ ചോദിച്ചാൽ ക്ലിയർ ആക്കി തരും. അങ്ങനത്തെ ഒരു ബെനിഫിറ്റും ഉണ്ട്. കേരളത്തിലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. എൻ്റെ ആ അന്വേഷണം എത്തിയത് CDAയിലാണ്. കാരണം CDA എന്നെ എന്താ അട്രാക്ട് ചെയ്തെന്ന് വെച്ചാൽ CDAയിൽ ഏജൻസി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഞാൻ CDA ജോയിൻ ചെയ്തത്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ, അതിലെല്ലാം എങ്ങനെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ പറഞ്ഞു തന്നു. ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഡിജിറ്റലി നമുക്കൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം എങ്ങനെ വളർത്തി കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യം എനിക്ക് അവിടെ നിന്ന് കിട്ടി. 3 മാസത്തെ കോഴ്സായിരുന്നു CDA ഉണ്ടായിരുന്നത്. അടിപൊളി കോഴ്സായിരുന്നു. നല്ല രീതിയിലായിരുന്നു പഠനം കാര്യമൊക്കെ പോയിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റഡി അബ്രോഡ് ഏജൻസിയായ GuidancePlusലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ വർക്കിൽ ഞാൻ ഹാപ്പിയാണ്, കംഫർട്ടബിൾ ആണ്. കോഴ്സ് കംപ്ലീഷൻ എനിക്ക് കൊച്ചിയിലെ ഒരു നല്ലൊരു കമ്പനി GuidancePlus Education Service എന്നുള്ളൊരു കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടി. ഇവരുടെ വർക്ക് എങ്ങനെയാ വെച്ചാൽ SEO മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇവിടെ. ആൻഡ് താങ്ക്സ് ടു CDA ഫോർ ദാറ്റ്.